വിനീത് ശാരദയെയും മക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സുജാതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ടാണ് സുജാത ശാരദയോടും മക്കളോടും ഒക്കെ പെരുമാറുന്നത്. സുജാത പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിന്നോ, പക്ഷേ വേറെ ആരും ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മുടെ ചെറിയ വീട്ടിലൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിനീതിനോട് ഒരുപാട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം വിനീത് കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞിട്ടാണ് ശാരദയും മക്കളൊക്കെ അവിടെ താമസിക്കുന്നത്. ആ സമയത്ത് തന്നെ സുജാത വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കുത്ത് വാക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെരുമാറുന്നത്. ഗംഗ അടുക്കളയിലേക്ക് പാചകം ചെയ്യാനൊക്കെ ചെല്ലുന്നുണ്ട്. കാരണം നിളമോള് വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഗംഗ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴേക്ക് സുജാത തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭക്ഷണം മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടും വളരെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കാരണം ആരും തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നീട് വിനീതാണെങ്കിൽ വരുമ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം പുറത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വരികയാണ്. പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അത് അവിടെ ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുജാത അതിനും വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിനീത് പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ജോളിയായിട്ട് ഇരുന്ന് കഴിക്കുകയാണ് സുജാതയ്ക്ക്. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുമാത്രമല്ല, എല്ലാവരും വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ നമ്മുടെ കാവേരി ആണെങ്കിൽ ജയപാലിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജയപാലിനെ കാണാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായിട്ട് പോയതായിരുന്നു. ആ സമയത്ത് ജയപാലൻ കൈ മലർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നീട് ഇവർ ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ഒക്കെ കടമൊക്കെ വീട്ടാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് ആ സ്ഥലത്തിൻ്റെ കാര്യം പറയുമ്പോഴും ജയപാലൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. സ്ഥലം വാങ്ങിക്കാനൊന്നും കാശൊന്നും അയച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ഗംഗയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, അന്ന് ജയപാലൻ വീട്ടിലുണ്ടായിട്ടും വീട്ടിലില്ല എന്ന് പറഞ്ഞ ആ സമയം മുതൽ ജയപാലനെ കാവേരി സംശയിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം അവസാനം ഗംഗ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സ്വർണം വാങ്ങിച്ചു തന്നില്ലേ, അത് കൊണ്ടുപോയി കൊടുക്കാം, എന്നിട്ട് നമുക്ക് ആധാരം തിരിച്ചെടുക്കാം, നമ്മുടെ വീട് തിരിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അത് നിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ആഗ്രഹിച്ച് വാങ്ങിച്ചു തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിലും വലുതല്ലേ അമ്മേ നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുകയാണ് കാവേരി. അങ്ങനെ എന്താണെങ്കിലും സ്വർണം കൊടുത്ത് അത് തിരിച്ചെടുക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ്. അതുപോലെ വിനീതും നിവിനും കൂടിയിട്ടാണ് ഇവരുടെ കൂടെ ബാങ്കിലേക്ക് പോകുന്നത്, ഗംഗയുടെയും കാവേരിയുടെയും കൂടെ. അങ്ങനെ ബാങ്കിൽ പോയിട്ട് സ്വർണ്ണമൊക്കെ അടച്ച് ആധാരമൊക്കെ തിരിച്ചെടുത്ത് അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വിനീതിൻ്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് അപ്പോൾ അമ്മേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ്, ഇനി നമ്മളിവിടെ നിൽക്കണ്ട, ആരുടെയും കൂടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ശാരദയ്ക്കും യമുനയ്ക്കും നിലയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഈ സുജാതയാണെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് സുജാതയുടെ മോളുണ്ടല്ലോ, അവളാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ, വെള്ളം കൊണ്ടുവരണം, അലക്കണം, അതങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം കൊണ്ടുവരാനും അലക്കാനും ഒക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിളമോളാണെങ്കിൽ അവിടുത്തെ കുട്ടിയുടെ കൂടെ കളിക്കാനിരിക്കുമ്പോൾ അതിനൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവരുടെ ആധാരം തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. പിന്നീടാണെങ്കിൽ കാവേരി തീരുമാനിക്കുന്നുണ്ട്, എന്താണെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടെത്തണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. ഗംഗ പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യം തയ്ക്കാനൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ വിനീത് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം തയ്ക്കാൻ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിനീതിൻ്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഗംഗയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് അതൊരു വരുമാന മാർഗമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വിനീത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വിനീത് ഇങ്ങനെ ഭയങ്കര ഫേവറായിട്ട് ഇവർക്ക് ചെയ്യുമ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ ഗംഗയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമൊന്നും സംസാരിക്കത്തില്ല, ഒരു കാര്യം ഇങ്ങനെ ഓപ്പണായിട്ട് ഇപ്പോൾ പറയുന്നൊന്നുമില്ല. പക്ഷേ വിനീത് ഇങ്ങനെ ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വിനീതിനോട് ഒരു സാധനങ്ങൾ എവിടെയാണ് കിട്ടുക എന്നുള്ള കടയൊക്കെ ഏതാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ വിനീത് പറയും, ഞാനത് വാങ്ങിച്ചു കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ കണ്ണാടി ചില്ല് പോലെയുള്ള ലേസും സാധനങ്ങളും അതുപോലെയുള്ള അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ ബ്ലൗസിൽ ഡിസൈൻ ചെയ്യാൻ പറയുമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിനീതിനോട് ചോദിക്കും. വിനീത് അത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇനി പറയാൻ പോകുന്നത് ശരിക്കും ഒരു ട്വിസ്റ്റാട്ടോ. അതായത് വേറൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ് സ്റ്റോറി. അതായത് ഇത്രയും നാളും ജയപാലൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിയുകയാണ് ഒരാളുടെ വരവോട് കൂടിയിട്ട്. അപ്പോൾ അരവിന്ദൻ്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത്
അരവിന്ദൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അതോടുകൂടിയിട്ടാണ് കാവേരിക്ക് കൂടുതൽ വ്യക്തമാകുന്നത് ജയബാലൻ ചതിയനാണ് എന്നുള്ള ഇത് തിരിച്ചറിയുന്നത് ആ സമയത്താണ്. പക്ഷേ മറ്റാരും അത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അരവിന്ദൻ്റെ കൂടെ സൗദിയിൽ ജോലി ചെയ്ത ഒരു സുഹൃത്ത് അരവിന്ദൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരാണെന്ന് കാവേരി ചോദിക്കുമ്പോഴാണ് ആ സുഹൃത്ത് അരവിന്ദൻ്റെ കൂടെ സൗദിയിൽ ജോലി ചെയ്തിരുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. ശാരദ പറയുന്നുണ്ട്, അരവിന്ദേട്ടൻ നിങ്ങളെപ്പറ്റി ഒരുപാട് പറയാറുണ്ട് എന്ന് പറയാണ്. ഒരു പ്രാവശ്യം വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. എല്ലാവരോടും വളരെ വിഷമത്തോടു കൂടിയിട്ട് അരവിന്ദൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. 2 പെട്ടി കാണിച്ചുകൊണ്ട് ആ സുഹൃത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം അരവിന്ദൻ്റെ പെട്ടിയാണ്. എപ്പോഴും ഈ പെട്ടികൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഈ പെട്ടികൾ തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം ആ സുഹൃത്ത് തൻ്റെ ബാഗിൽ നിന്നും കുറച്ചധികം പണം എടുക്കുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും സംശയത്തോടു കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് അരവിന്ദൻ്റെ സുഹൃത്ത് അയാൾ പറയുന്നുണ്ട്, അരവിന്ദൻ ആര് പണം ചോദിച്ചാലും ഉടനെ എടുത്തു കൊടുക്കും. അവൻ പോയെന്ന് അറിഞ്ഞതും ആ പണം മുഴുവൻ തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അതെനിക്ക് തിരിച്ചു തന്നു. അവൻ ആരെയും ചതിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെയും ആരും ചതിച്ചില്ല. എന്താ പെങ്ങളെ, ഇതിൽ 3.5 ലക്ഷം രൂപയുണ്ട് എന്ന് പറയണം. അങ്ങനെ ആ സമയത്താണ്, അതിനു മുൻപ് തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യമുനയ്ക്കാണെങ്കിൽ സ്കൂളിൽ ഫീസ് കെട്ടേണ്ട, കോളേജിൽ ഫീസ് കെട്ടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പണം വേണം. അപ്പോൾ അതെങ്ങനെ അടയ്ക്കും എന്നുള്ള ഒരു ടെൻഷനിൽ യമുന നിൽക്കുന്ന സമയത്ത് വിശാൽ യമുനേൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവർ 2 പേരും കൂടെ തമ്മിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കാണുന്ന സമയത്താണ് വിശാലാണെങ്കിൽ ഭയങ്കര റൊമാൻസായിട്ട് ഇത്തിരി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷേ യമുന ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ, ഫീസ് കെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വിശാൽ നശിപ്പിച്ചു, ഇച്ചിരി റൊമാൻസ് ആക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശാൽ ഒരു റിയൽ ലവ് അല്ല കേട്ടോ യമുനയുമായിട്ട് റിയൽ ലവ് അല്ല. യമുനയ്ക്കാണെങ്കിൽ റിയൽ ആണ്. പക്ഷേ വിശാലിനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതിലൊരാൾ മാത്രമാണ്, ഒരു ടൈം പാസ് മാത്രമാണ് വിശാലിന് യമുന. അങ്ങനെ പിന്നീട് വിശാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിണങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ജയബാലൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജയബാലൻ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് ശാരദയെ ഏൽപ്പിക്കുകയാണ്. യമുനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യമുനയ്ക്ക് കോളേജിൽ ഫീസ് കെട്ടിയിട്ടില്ലെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത് എന്ന് പറയാട്ടോ. അപ്പോൾ പിന്നെ വിശാലിൻ്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, വിശാലിനോട് ഇവൾ ഫീസ് ചോദിച്ചോ? വിശാൽ എന്നോട് പറഞ്ഞു യമുനയുടെ ഫീസ് കെട്ടാനായിട്ട് ചോദിച്ചു എന്ന്. നീ എന്നോടല്ലേ മോളെ ചോദിക്കേണ്ടത്, വിശാലിനോട് എന്തിനാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും വഴക്ക് പറയണ, ഗംഗയും കാവേരിയും ഒക്കെ. ആ സമയത്ത് കാവേരി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാവേരിക്ക് അപ്പോഴും ജയബാലൻ്റെ സംസാരം ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെയോ കള്ളത്തരമുള്ളതുപോലൊരു ഫീലുണ്ട്. അങ്ങനെ കാശ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് വാങ്ങിക്കുന്നില്ല കേട്ടോ. അത് വേണ്ട, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരദയാണെങ്കിൽ കയ്യിലുള്ള വള വിൽക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഗംഗ പറയുന്നുണ്ട്, എൻ്റെ മാല കൊടുക്കാം എന്നൊക്കെ പറയുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും വഴി കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഈ സുഹൃത്ത് വരുന്നത്, അരവിന്ദൻ്റെ സുഹൃത്ത് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, യമുനയും വിശാലും തമ്മിൽ ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഗംഗ. അവർ തമ്മിൽ ഒരിക്കലും ബൈക്കിൽ വരുന്നത് കണ്ട് ഗംഗ യമുനയെ തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വിശാലും യമുനയുമായിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, ഗംഗയും കാവേരിയും. പിന്നീടാണ് ഈ അരവിന്ദൻ്റെ സുഹൃത്ത് വരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ പണം കൊടുക്കുന്നത്. അത് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം യമുനയുടെ കോളേജിൽ ഫീ അടയ്ക്കാനും ഒക്കെ അതിന് ഉപകരിക്കുമല്ലോ എന്നോർത്ത് അങ്ങനെ ആ പണം ശാരദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അരവിന്ദൻ്റെ സുഹൃത്ത് ആ പണം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളെ പറ്റിയാണ് എപ്പോഴും അരവിന്ദൻ പറഞ്ഞിരുന്നത്. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്, ദൈവമുണ്ട് കൂടെ, എല്ലാം ദൈവം നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ സുഹൃത്ത് പോവാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് കാവേരി പുറകെ ചെല്ലുന്നുണ്ട്. സാർ എന്ന് വിളിച്ചുകൊണ്ട് ആ സുഹൃത്തിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ കാവേരി ചോദിക്കുകയാണ്, അച്ഛൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല മോളെ, ഞങ്ങൾ 2 പേരും ഒരേ കമ്പനിയിലല്ലേ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് കാവേരി ഓർക്കുന്നുണ്ട്, ജയബാലൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്, കമ്പനിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശമ്പളം കിട്ടുന്നില്ല, അതുകൊണ്ട് അവന് പണം അയക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് കാവേരി ചോദിക്കുന്നുണ്ട്, അച്ഛന് കുറച്ച് നാൾ ശമ്പളം കിട്ടാതിരുന്നോ? സുഹൃത്ത് പറയാണ്, ഇല്ല, മാസം ശമ്പളം എല്ലാം കറക്റ്റായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, ശമ്പളം എല്ലാം നാട്ടിലേക്ക് അയക്കുന്നുണ്ടായിരുന്നല്ലോ. അത് കേട്ട് കാവേരി ചോദിക്കുന്നുണ്ട്,
ഇവിടെ സ്ഥലം വാങ്ങുന്നതിനെ പറ്റിയോ മറ്റോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പറഞ്ഞായിരുന്നു, ആ തോട്ടം വാങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതിനുള്ള പണവും മാസാമാസം കറക്റ്റായിട്ട് അയക്കുന്നുണ്ടായിരുന്നു. ആ തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നോ? കാവേരി പറയണില്ല സാർ, അതിനു മുൻപേ അച്ഛൻ പോയില്ലേ എന്ന് പറയണം. അപ്പോൾ കാവേരി അപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛന് പണമൊന്നും അയക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല പൈസയൊന്നും തന്നിട്ടില്ല, തോട്ടം വാങ്ങിക്കാൻ 1 രൂപ പോലും തന്നിട്ടില്ല എന്നുള്ളതൊക്കെ ജയബാലൻ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ആ തോട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം വേണമെന്ന് പറഞ്ഞ് എക്സ്ട്രാ ഓവർ ടൈം ഒക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നു എന്ന് പറയാണ് ആ സുഹൃത്ത്. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറയണം. ശരി സാർ എന്ന് പറഞ്ഞ് കാവേരി അയാൾ യാത്ര അയക്കുന്നുണ്ട്. പിന്നീട് തുടർന്ന് അരവിന്ദൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന പെട്ടി ഉണ്ടല്ലോ, അരവിന്ദൻ്റെ പെട്ടിയൊക്കെ തുറന്നു നോക്കുകയാണ് ശാരദയും മക്കളെയും അമ്മയും ഒക്കെ. അങ്ങനെ എല്ലാവരും കൂടെ അതിലൊക്കെ ഓരോന്ന് നോക്കിയെടുക്കുകയാണ്. അതിൽ ഫോട്ടോസും ഡ്രസ്സും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ യമുന പറയുന്നുണ്ട്, അതേ നോക്കാമേ, എൻ്റെ 2 വളയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മക്കളുടെയൊക്കെ ഓരോ സാധനങ്ങൾ, നിളയുടെയൊക്കെ കുഞ്ഞതിലുള്ള ഫോട്ടോസ്, അങ്ങനെ കുഞ്ഞു ഉടുപ്പ്, നിള ആദ്യം ആയിട്ടിട്ട ഉടുപ്പ്, ഗംഗയുടെ, അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ സാധനങ്ങൾ ആ ബാഗിലുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് അതിനകത്തൊരു ഡയറി കാവേരി കാണുന്നത്. അങ്ങനെ ആ ഡയറി എടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ തുറന്നു നോക്കുക കേട്ടോ. അതിൽ നോക്കുമ്പോൾ അതിലിങ്ങനെ ഓരോ കണക്ക് കാര്യങ്ങൾ, അതായത് ഓരോ മാസം എത്ര കിട്ടി, എത്ര രൂപ ആർക്കൊക്കെ കൊടുത്തു, എന്തിനൊക്കെ കൊടുത്തു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അരവിന്ദൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗംഗ അങ്ങോട്ടേക്ക് കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗേച്ചി, ഇത് നോക്ക്, ഈ ഡയറിയിൽ ജയപാലൻ അങ്കിളിന് അച്ഛൻ മാസം പണം അയച്ചു കൊടുക്കുന്നതിൻ്റെ കണക്കുണ്ട്. കാവേരി പറയാണ്, ഗംഗേച്ചി ഇതെല്ലാം ഒന്ന് നോക്ക് എന്ന് പറയണം. അച്ഛൻ എല്ലാ കണക്കുകളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. തോട്ടം എന്ന് എഴുതിയിട്ട് ഒരുപാട് കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ തോട്ടം വാങ്ങിക്കാൻ പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ നോക്കിയേ, ജയബാലൻ എന്ന് പറഞ്ഞ് എന്തോരം പണമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്ന അച്ഛൻ്റെ സുഹൃത്തിനോടും തോട്ടത്തിനെ പറ്റി അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ അതിന് പണം കൊടുത്തത് കൊണ്ടല്ലേ ആ സുഹൃത്തിനോട് പറഞ്ഞത്. ജയബാലങ്ങൾ നമ്മൾ ചതിക്കുകയാണ്, അയാൾ ചതിയനാണ് എന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. പക്ഷെ ആര് ചോദിക്കും? കാവേരി പറയണം, ഞാൻ ചോദിക്കും. നമ്മളെ ഉള്ളിൽ ചോദിക്കാൻ നമ്മുടെ അച്ഛന് വേണ്ടി നമ്മൾ തന്നെ ചോദിക്കണം എന്ന് പറയണം. ഗംഗ പറയുന്നുണ്ട്, പതിയെ പറ, അമ്മ കേൾക്കണ്ട, ജയപാലനങ്ങൾ ചതിക്കില്ല എന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മ എല്ലാവരെയും വിശ്വസിക്കുകയാണ്, പക്ഷേ ഇയാൾ സത്യസന്ധനല്ല, നമുക്ക് പോയി ചോദിക്കാം എന്ന് പറയുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, ഇപ്പോഴോ? വേണ്ട കാവേരി, നീ ഇതെല്ലാം എടുത്തു വെക്ക്, നമുക്ക് പിന്നീട് ചോദിക്കാം എന്ന് പറയണം. കാവേരി പറയുന്നുണ്ട്, അച്ഛൻ ഓവർ ടൈം ജോലി ചെയ്ത് സമ്പാദിച്ച കാശ് ചേച്ചി, ഇതെല്ലാം അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്തിന് നമ്മൾ വേണ്ടാന്ന് വെക്കണം? ഒരാൾ ചതിയിലൂടെ സ്വന്തമാക്കാൻ അനുവദിക്കണോ? നമ്മൾ വിടാൻ പാടില്ല ഗംഗേച്ചി എന്ന് പറയണം. ഗംഗ പറയുന്നുണ്ട്, നമുക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാതെ എങ്ങനെ പോയി ചോദിക്കാനാണ്? കാവേരി പറയുന്നുണ്ട്, ചോദിക്കണം ചേച്ചി, അയാളോട് ഞാൻ ചോദിക്കും, ഇപ്പോൾ വേണ്ട എന്ന് ഗംഗ പറയുമ്പോൾ എന്നെ വിടിച്ച് ഗംഗേച്ചി എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. ഗംഗ ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാവേരി ആരോടും പറയാതെയാണ് പോകുന്നത്. പിന്നീട് കാവേരി ജയപാലൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സന്തോഷത്തോട് കൂടിയിട്ടാണ് പ്രവീണ വാ കയറി വാ മോളെ എന്ന് പറഞ്ഞിട്ട് കാവേരി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ജയപാലൻ അങ്കിൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഉണ്ട്, നീ ഇരിക്കേ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരി വീണ്ടും ചോദിക്കുകയാണ്, ജയപാലൻ അങ്കിളെ വിളിക്കുക എന്ന് ഭയങ്കര ദേഷ്യത്തോട് പറയുമ്പോൾ പ്രവീണ ചോദിക്കുകയാണ്, എന്താ എന്നോട് പറയില്ലേ, അങ്കിളിനോട് മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഉറക്ക ഒച്ചത്തിൽ പറയുന്ന രീതിയിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്കിളിനെ വിളിക്കാനാണ് പറഞ്ഞത് എന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയണം. ഇത് കേട്ട് കാവേരി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് പ്രവീണ. തുടർന്ന് പ്രവീണ ജയപാലനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ ഇരുന്ന് ജയപാലൻ ചോദിക്കുകയാണ്, എന്താ മോളെ എന്നെ കാണാനായിട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. യമുനയുടെ കോളേജ് ഫീസ് കെട്ടാൻ പണം വേണോ? അപ്പോൾ കാവേരി പറയണം, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അങ്ങനെയൊന്നും കൈവിടില്ല അങ്കിളെ. എൻ്റെ അച്ഛൻ്റെ കൂടെ സൗദിയിൽ ജോലി ചെയ്ത ഒരാൾ വീട്ടിൽ വന്നു. അച്ഛൻ അവിടെ താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫയലുകളും ചില സാധനങ്ങളും കൊണ്ടു തരാൻ വേണ്ടി തന്നതാണ്. അതിനൊപ്പം കുറേ പണവും കൊടുത്തയച്ചിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾ യമുനയുടെ ഫീസ് അടച്ചോളാം എന്ന് പറയാണ്. പ്രവീണ ചോദിക്കുന്നുണ്ട്, പണമോ? ജോലി ചെയ്തെടുത്തു എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ആണോ? അവിടെ ചെയ്തെടുത്തുന്ന എന്തെങ്കിലും, അങ്ങനെ മരിച്ചതിന് ശേഷം കിട്ടുന്ന എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ജയപാലൻ പറയുന്നു, അവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്തത്, അവിടെ ശമ്പളം കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്, പിന്നെ എന്ത് സെറ്റിൽമെൻറ്റ് എന്ന് പറയണം. വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ജയപാലനെ നോക്കിയിട്ട് കാവേരി പറയുന്നുണ്ട്, കമ്പനിയിൽ നിന്നും പണം വന്നതല്ല, അച്ഛൻ കുറേ പേർക്ക് അവിടെ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു, കടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവരൊക്കെ നല്ല മനസ്സാക്ഷിയുള്ളവരായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ പണമെല്ലാം തിരിച്ചു തന്നതാണ്. ഇത് കേട്ട് പ്രവീണ സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ കാവേരി പറയുന്നുണ്ട്, സൗദിയിലെ എൻ്റെ അച്ഛന് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു ജയപാലനെങ്കിലെ. അദ്ദേഹത്തിന് നല്ല മനസ്സാക്ഷിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും പണവും എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. ഇത് കേട്ട് ജയപാലൻ പുച്ഛത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ പ്രവീണ പറയുന്നുണ്ട്, നല്ല കാര്യമാണല്ലോ പറയുന്നത്. ഇത് പറയാൻ വേണ്ടിയാണോ മോള് വന്നത് എന്ന് ചോദിക്കാണ്. മോൾ ഇരിക്കും, ഞാൻ പോയി കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം. കാവേരി പറയുന്നുണ്ട്, ആൻറ്റി ഒരു മിനിറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് കാവേരി ജയപാലൻ്റെ അരികിലേക്ക് കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കട്ടോ. അവിടെ ആ കസേരയിൽ വന്നിട്ട് ഇങ്ങനെ ആ സെറ്റിയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. ജയപാലൻ കാവേരിയെ ശ്രദ്ധിക്കുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് ജയപാലനൊന്ന് നോക്കുകയാണ് കാവേരി. അതുപോലെ പ്രവീണെ ശ്രദ്ധിക്കുന്നുണ്ട് കാവേരി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ. അച്ഛൻ്റെ പെട്ടിയിൽ ഈ ഡയറി ഉണ്ടായിരുന്നു അങ്കിളെ എന്ന് പറയണം. ഈ ഡയറിയിൽ ആർക്കൊക്കെ പണം കൊടുത്തു, ആരൊക്കെ പണം തരാനുണ്ട്, അങ്ങനെയുള്ള എല്ലാ കണക്കുകളും അച്ഛൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് ജയപാലൻ ചോദിക്കുന്നുണ്ട്, ഓ ആ പണമെല്ലാം ഇപ്പോൾ കിട്ടിയോ? എഴുതി വെക്കുന്നത് നല്ലതാ, പ്രവീണയും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയണം. കാവേരി പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ പണമെല്ലാം കറക്റ്റായിട്ട് തിരിച്ചു തന്നു, പക്ഷേ ജയപാലൻ അങ്കിളുടെ പേരിലുള്ള പണത്തിന് മാത്രമാണ് കണക്കറിയാത്തത്. ഇതാ നോക്ക് എന്തോരം പണമാ. ഇത് കേട്ട് ടെൻഷനോട് കൂടിയിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയാണ് ജയപാലൻ. പ്രവീണ ജയപാലനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എന്താ നീ പറയുന്നത് എന്ന് പ്രവീണ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ജയപാലൻ അങ്കിൾ എന്നോട് എന്താ പറഞ്ഞത്? അച്ഛന് കുറച്ച് മാസങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ലെന്ന്. അത് പച്ച കള്ളമാണ്. അച്ഛൻ എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം കിട്ടിയിട്ടുണ്ട്. എല്ലാ മാസവും അച്ഛൻ ജയപാലൻ അങ്കിളുടെ പേരിൽ പണം അയച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം വരെയും ജയപാൽ എന്ന പേരിൽ പണം അയച്ചിട്ടുണ്ട്. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ജയപാലൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? നിൻ്റെ അച്ഛൻ്റെ പണം ഞാൻ എടുത്തെന്നോ? അവൻ 1000 അയച്ചു തന്നാൽ ഞാൻ 2000 ആക്കി നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് കേട്ട് കാവേരി പറയാണ്, അച്ഛൻ പണമേ അയച്ചിട്ടില്ല, ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നമായിരുന്നു, ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം പണം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, ഇങ്ങനെയൊക്കെയല്ലേ കഥ പറഞ്ഞായിരുന്നല്ലോ, എല്ലാം കള്ളമല്ലായിരുന്നോ? അവിടെ അച്ഛന് ഒരു പ്രശ്നവുമില്ല ജോലി സ്ഥലത്ത്. നിങ്ങളുടെ പണത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അയച്ച പണത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കാവേരി. ഈ സമയത്ത് വളരെ ടെൻഷനിലോട് നിൽക്കുകയാണ് പ്രവീണ. കാവേരി പറയുന്നുണ്ട്, ഒരു കാര്യമുണ്ട് അങ്കിളെ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു തോട്ടം കാണിച്ചില്ലേ, അതിനച്ഛൻ പണം അയച്ചു തന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതും കള്ളമാണ്. തോട്ടം എന്ന് പറഞ്ഞ് അച്ഛൻ ഈ ഡയറിയിൽ കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. തോട്ടത്തിന് വേണ്ടി തന്നെ എന്തോരം പണമാണ് ജയപാലൻ അങ്കിളിൻ്റെ പേരിൽ അച്ഛൻ അയച്ചത്. പിന്നെ എന്തിനാ ജയപാലൻ അങ്കിൾ പറഞ്ഞത് അച്ഛൻ തോട്ടത്തിന് വേണ്ടി പണം ഒന്നും തന്നിട്ടില്ല എന്ന്? എന്തിന് കള്ളം പറഞ്ഞു? ഇതാ നോക്ക്, ജനുവരി മാസം, ഫെബ്രുവരി മാസം, അങ്ങനെ ഓരോ മാസവും അച്ഛൻ പണം അയച്ചിട്ടുണ്ട്. എവിടെ പോയി ഈ പണമെല്ലാം, ഈ കണക്കെല്ലാം എവിടെ പോയി എന്ന് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ് കാവേരി. അങ്ങനെ കാവേരി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ജയപാലൻ വളരെ പുച്ഛത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്, എവിടുന്നോ ഒരു ഡയറിയുമായി വന്ന് എന്നെ നിർത്തി ചോദ്യം ചെയ്യണോ നീ? നിൻ്റെ അച്ഛനോട് ആരാ പറഞ്ഞത് എൻ്റെ പേരിൽ പണം അയക്കാൻ? നിൻ്റെ വീട് ഭംഗിയായി നോക്കാൻ എനിക്ക് എന്തെങ്കിലും കടമയുണ്ടോ? എന്നോട് നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പേരിൽ തന്നെ പണം അയക്കണമായിരുന്നല്ലോ അരവിന്ദൻ. നിങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തതിന് എനിക്ക് ഇത് തന്നെ വേണം. ഇത് കേട്ട് കാവേരി പറയുന്നുണ്ട്, അങ്കിളിന് ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ, വിശ്വസ്തനാണെന്ന് കരുതി എൻ്റെ അച്ഛൻ നിങ്ങളുടെ സുഹൃത്തായിരുന്നല്ലോ. പാവം അച്ഛനെ ഈസി ആയിട്ട് ചതിച്ചു അല്ലേ? ലാഭം മാത്രമേ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ച് ഇപ്പോഴും എൻ്റെ അമ്മ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലാഭം തന്നെയാണ്. ഒരു വലിയ തോട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് വിഴുങ്ങിയാലും ആരും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ലാഭം തന്നെയല്ലേ ജയപാലനങ്കിളെ എന്ന് ചോദിക്കണം. ഇത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രവീണ. ജയപാലൻ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നതെന്ന് നിനക്കറിയുമോ? നിൻ്റെ അച്ഛൻ ഇതേപോലെ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എവിടുന്നോ ഒരു ഡയറിയുമായിട്ട് വന്നിട്ട് എന്നോട് ചോദ്യത്തിന് മുകളിൽ ചോദ്യം ചോദിക്കുന്നോ? എൻ്റെ സത്യസന്ധത നീ സംശയിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരി പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ ഈ ഡയറിയിൽ എഴുതിയ പണത്തിന് കണക്ക് പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. ജയപാലൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ അയച്ചു തന്നതിന് മുകളിൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. കാവേരി പറയണ, കള്ളം പറയല്ലേ അങ്കിളെ, തോട്ടത്തിന് വേണ്ടി അച്ഛൻ അയച്ചു തന്ന പണം എന്ത് ചെയ്തു? പണം തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ജയപാലൻ വീണ്ടും പറയുമ്പോൾ കാവേരി ചോദിക്കുകയാണ്, അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നതോ എന്ന് ചോദിക്കാട്ടോ. ജയപാലൻ പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛനോട് ചെന്ന് ചോദിക്കുക എന്തിനാ ഇതിൽ എഴുതിയതെന്ന്. കാവേരി പറയാണ്, കള്ളം പറയാണ്, നിങ്ങൾ കള്ളം മാത്രമാണ് പറയുന്നത്. എൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടില്ല, ഞാൻ സത്യമായിട്ട് നിങ്ങളെ ഞാൻ വിടില്ല. എൻ്റെ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും പിരിഞ്ഞ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണത്. അതിലൊരു രൂപ പോലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അച്ഛൻ്റെ പണത്തിന് നിങ്ങൾ കണക്ക് പറഞ്ഞേ പറ്റൂ, ഞാൻ പറയിപ്പിക്കും എന്നിങ്ങനെ പറയണം. അങ്ങനെ കാവേരിയും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ജയപാലനെ നോക്കുമ്പോൾ ജയപാലനും ദേഷ്യം കൂടി വരികയാണ്. കാവേരി അങ്ങനെ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. പ്രവീണ ചോദിക്കുന്നുണ്ട്, കാവേരി നീ എന്താ ജയപാലൻ ഞങ്ങളോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്? അങ്ങനെ പ്രവീണയെ ഒന്ന് നോക്കിയിട്ട് കാവേരി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ നിങ്ങളെ എല്ലാവരെയും വിശ്വസിച്ചു. എൻ്റെ അച്ഛനെ ദ്രോഹിച്ചാൽ നിങ്ങൾ
ശ്രമങ്ങളൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, നശിച്ചു പോകും. ദേഷ്യത്തോട് കൂടിയിട്ട് ജയബാലൻ പറയുന്നുണ്ട്, ഇതേ നോക്ക്, എൻ്റെ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൈ വെച്ചിട്ടേ വിടുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ജയബാലൻ കാവേരിയുടെ നേരെ കൈ ഉയർത്തുന്നുണ്ട്. ആ കയ്യിൽ കയറി പിടിച്ച് തടയാണ് കാവേരി. ജയബാലനെ തടഞ്ഞുകൊണ്ട് പ്രവീണ പറയാണ്, ജയബാലേട്ട എന്തായി കാണിക്കുന്നത്, ഒരു പെൺകൊച്ചിൻ്റെ നേരെ കൈ ഉയർത്താണോ, പോയി അവിടെ ഇരിക്കുക എന്ന് അങ്ങനെ പറയണം. അങ്ങനെ ജയബാലനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് പ്രവീണ. അരികിലേക്ക് ചെന്ന് വിരൽ ചൂണ്ടി കാവേരി ചോദിക്കുകയാണ്, എൻ്റെ ദേഹത്ത് കൈവെക്കുമോ നിങ്ങൾ, ഒന്ന് കൈവച്ച് നോക്ക് കാണട്ടെ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്, കൈവെക്കാങ്കളെ. ജയബാലനും പ്രവീണയും ഞെട്ടി കാവേരി ഇങ്ങനെ നോക്കുക കേട്ടോ. കാവേരി പറയുന്നുണ്ട്, നിങ്ങൾ അടിച്ചാൽ ആ വേദന താങ്ങാൻ ഞാൻ അരവിന്ദനല്ല, നിങ്ങളെ വിശ്വസിച്ച് അടിക്കട എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഇത് കാവേരിയാണ്, അടിച്ചാൽ ആരാണെന്ന് ഞാൻ നോക്കില്ല. അങ്ങനെ ജയബാലൻ്റെ നേരെ കൈയോങ്ങി ഭയപ്പെടുത്തിക്കൊണ്ട് കാവേരി പറയാണ്, ഈ കാവേരി ആരുടെ മുന്നിലും ഭയക്കില്ല, തിരിച്ചടിച്ചിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് ഭയത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് ജയബാലനും പ്രവീണയും. പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ച് ടെൻഷനോട് കൂടി ജയബാലൻ പറയണം, ഇറങ്ങിപ്പോ, പോകാനാ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയണം. കാവേരി പറയുന്നുണ്ട്, പോകാൻ തന്നെയാണ് പോകുന്നത്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം, എല്ലാത്തിനും കണക്ക് പറയുന്ന ഒരു ദിവസം വരും, ഞാൻ നിങ്ങളെ കൊണ്ട് ഇതിൻ്റെ കണക്ക് പറയിപ്പിച്ചിരിക്കും. ഇത് എൻ്റെ അച്ഛൻ അരവിന്ദനാണ് സത്യം. ആ ദിവസം വരുന്നത് വരെ നിങ്ങളുടെ നാടകം തുടർന്നോ. നല്ലവനായിട്ടുള്ള ജയബാലനായി ആടിത്തിമിർക്ക്. നിങ്ങളെ എൻ്റെ അച്ഛൻ വിശ്വസിച്ചില്ലേ, എൻ്റെ അച്ഛന് ഞാനുണ്ട്, എൻ്റെ അച്ഛന് വേണ്ടി ആ ന്യായം ഞാൻ ചോദിക്കും, നിങ്ങളെക്കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ പറയാണ് കാവേരി. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടെയാണ് ഇരിക്കുന്നത് ജയബാലൻ കേട്ടോ. പ്രവീണിക്കും ആകെ ടെൻഷനായിട്ടുണ്ട്. ഉച്ചത്തോട് കൂടിയിട്ട് ജയബാലനൊന്ന് നോക്കിയിട്ട് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. കരഞ്ഞുകൊണ്ട് ശാരദയുടെ ഫോണിലേക്ക് വിളിച്ച് പ്രവീണ പറയുന്നുണ്ട്, ജയബാലേട്ടൻ നിങ്ങളെ സ്വന്തം സഹോദരിയായിട്ടാണ് കാണുന്നത് ശാരദയെ. ആ ജയബാലേട്ടൻ്റെ മുഖത്ത് നോക്കി കാവേരി എന്തൊക്കെയാണ് ചോദിച്ചത് എന്നറിയുമോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പ്രവീണ ശാരദയോട് പറയാണ്. ശാരദ പറയുന്നുണ്ട്, അവൾ അവിടെ വന്നത് ഞാൻ അറിഞ്ഞില്ല പ്രവീണെ, അവൾ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട. പ്രവീണ പറയുന്നു, പ്രായത്തിൽ മൂത്ത ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ, നിങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കണ്ട ജയബാലേട്ടൻ അങ്ങനെയാണ് നോക്കിയത്, അതിന് ഞങ്ങൾക്ക് നല്ലതുപോലെ കിട്ടി, തൃപ്തിയായി. അങ്ങനെ പ്രവീണ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വന്ന കാവേരിയെ ചോദ്യം ചെയ്യാണ് ശാരദ. ഗംഗയും അടുത്തുണ്ട്, നീ എവിടെയാണ് പോയതെന്ന് ശാരദ ചോദിക്കുമ്പോൾ യമുനയും നിളയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശാരദ ചോദിക്കുകയാണ്, ജയബാലേട്ടൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ നീ എന്തിനാ പോയത്, നിനക്ക് എന്തൊരു അഹങ്കാരമോ അവിടെ പോയിട്ട് ഇങ്ങനെ ജയബാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാവേരിയെ തല്ലുകയാണ് ശാരദ. അതൊക്കെ തടഞ്ഞുകൊണ്ട് ഗംഗ വരുന്നുണ്ട്. അമ്മ എന്തിനാ എല്ലാത്തിനും അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരദ പറയുന്നുണ്ട്, ജയബാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഇവൾ എന്തൊക്കെയാണ് ചോദിച്ചത്, പ്രവീണ ഫോൺ ചെയ്ത് കരയുകയായിരുന്നു, നീ എന്തിനാ അവിടെ പോയത്. കാവേരി പറയുന്നത്, ചുമ്മാതൊന്നും പോയതല്ല അമ്മ വിചാരിക്കുന്നത് പോലെ അയാൾ നല്ലവനൊന്നുമല്ല. ശാരദ ചോദിക്കുകയാണ്, അയാളോ, നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാവേരി ഇങ്ങനെ തല്ലാനായിട്ട് ഓങ്ങുമ്പോൾ കൈ പിടിച്ച് മാറ്റുകയാണ് ഗംഗയും യമുനയും നിളയും മുത്തശ്ശിയൊക്കെ. മുത്തശ്ശി കാര്യം അന്വേഷിക്കുമ്പോൾ ശാരദ പറയുന്നുണ്ട്, അമ്മയുടെ മകൻ സമ്പാദിച്ച കാശെല്ലാം ജയബാലേട്ടൻ ചതിച്ചു സ്വന്തമാക്കി എന്ന് പറഞ്ഞ് ഇവൾ ജയബാലേട്ടൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. കാവേരി പറയണം, ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെല്ലാം ചതിച്ച് സ്വന്തമാക്കിയവനാണ്. അച്ഛൻ ഈ ഡയറിക്കകത്ത് അയാൾക്ക് കൊടുത്ത കാശിൻ്റെ കണക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അച്ഛൻ പണം കൊടുത്തിട്ടില്ല എന്നാണ് അയാൾ നുണ പറഞ്ഞത്. മുത്തശ്ശി പറയുന്നുണ്ട്, ജയബാൽ അങ്ങനെ കള്ളം പറയുന്ന ആളല്ല എന്ന് പറയാണ്. ശാരദ പറയുന്നുണ്ട്, അങ്ങനെ പറയേ അമ്മേ, നിന്റെ അച്ഛൻ ജയബാലേട്ടനെ വിശ്വസിക്കുമായിരുന്നു, ആരോട് ചോദിച്ചിട്ടാണ് നീ അവിടെ പോയത്. അങ്ങനെ ശാരദ വീണ്ടും അടിക്കുമ്പോൾ ഗംഗ പിടിച്ചു മാറ്റുന്നുണ്ട്. കാവേരി പറയുന്നുണ്ട്, അച്ഛനില്ലാത്ത പെൺകുട്ടികളല്ലേ, അടിച്ചു കൊല്ല്, അമ്മയ്ക്ക് തോന്നുന്ന പോലെ അടിക്ക്, അമ്മയോട് ആരാ ചോദിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാരദ പറയണം, നീ എൻ്റെ മുന്നിൽ നാടകം കളിക്കേണ്ട, നീ കാരണം എൻ്റെ സമാധാനം പോയി എന്നൊക്കെ പറയാണ്. കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ, അമ്മയുടെ ഭർത്താവ് സമ്പാദിച്ച പണമെല്ലാം ചതിച്ചു ഒരുത്തൻ സ്വന്തമാക്കിയിരിക്കുകയാണ്, അപ്പോഴും അയാൾ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് അമ്മ എന്ന് പറയുമ്പോൾ അച്ഛനോട് അമ്മയ്ക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ, അച്ഛനെ ആരെങ്കിലും ചതിച്ചാൽ അമ്മയ്ക്ക് ദേഷ്യം വരില്ല എന്നൊക്കെ പറയുമ്പോൾ നിർത്തടി എന്ന് ശാരദ പറയാണ്. കാവേരി പറയുന്നുണ്ട്, പറ്റില്ലമ്മേ, നിർത്താൻ പറ്റില്ല, അയാൾ ചെയ്തത് തെറ്റാണ്, വളരെ വലിയ തെറ്റാണ് അയാൾ ചെയ്തത്, അയാൾ ചതിയനാണ് എന്ന് പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ മോളെ. കാവേരി പറയുന്നത്, നോക്ക്, മുത്തശ്ശിയുടെ മകൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഡയറി വായിച്ച് നോക്ക്, നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനെ അപമാനിക്കുകയാണ്. അമ്മയുടെ ഭർത്താവിനെ ആരെങ്കിലുമൊക്കെ ചതിച്ചാൽ അയാളെ സപ്പോർട്ട് ചെയ്ത് അമ്മ സംസാരിക്കുകയാണ്. അമ്മയുടെ ഭർത്താവിനെ ചതിച്ച ആളെ സപ്പോർട്ട് ചെയ്താണ് അമ്മ സംസാരിക്കുന്നത്. ആ ചതിയെ ചോദ്യം ചെയ്താൽ എന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വിടില്ല അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ശരി, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഇത് ഞാൻ വിടില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സംസാരിച്ചിരിക്കും. അമ്മ എന്നെ അടിച്ചാലും കൊന്നാലും ഞാൻ ചോദിക്കും. എൻ്റെ അച്ഛനെ ചതിച്ചത് ഏത് കൊമ്പത്തെ ആളായാലും ശരി, ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് കാവേരി ദേഷ്യത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ സംശയത്തോട് മുഖം നോക്കുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും
ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ തന്നെ കാവേരി തീരുമാനിക്കുകയാണ്. തൻ്റെ അച്ഛനെ ചതിച്ച് ജയപാലനങ്ങൾ ചതിച്ചു എന്നുള്ളത് കാവേരി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി ആ ഫോട്ടോയിൽ എഴുതി വെച്ചതും കൂടെ അരവിന്ദൻ ഫോട്ടോയിൽ എഴുതി വെച്ചതും കൂടെ കാവേരി കാണുന്ന ഒരു സിറ്റുവേഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും എല്ലാവർക്കും ആ സമയത്താണ് ബോധ്യമാകുന്നത്. അതിനിടയ്ക്ക് തന്നെ ശാരദയ്ക്ക് ഏകദേശം ഇയാൾ ചതിക്കുകയാണ്, അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്ന സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട് ഗംഗയുടെ കേസിൽ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള അപ്കമിങ് എപ്പിസോഡിൻ്റെയൊക്കെ റിവ്യൂ കേൾക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നും ഇതുപോലെയുള്ള അപ്കമിങ് എപ്പിസോഡുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.